കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച തൃശൂർ കുറുപ്പം റോഡിൽ കാന ഇല്ലാത്തതിനാൽ കച്ചവടക്കാരും യാത്രക്കാരും ദുരിതത്തിൽ. മഴ പെയ്താൽ കടകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. തൃശൂർ കോർപ്പറേഷനിലെ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് ഭരണസമിതിയുടെ അവസാന കാലത്താണ് 2 കിലോമീറ്ററിലധികം ദൂരം വരുന്ന ഈ റോഡ് 10 കോടി രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരത്തിന് തൊട്ടുമുൻപ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകുകയും ചെയ്തു. എന്നാൽ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചതല്ലാതെ റോഡിന് ഇരുവശവും കാന ഉയർത്തി നിർമ്മിക്കാത്തതാണ് പ്രദേശത്തെ കച്ചവടക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായി മാറിയിരിക്കുന്നത്. ഈ റോഡിൽ മെട്രോ ജംഗ്ഷനിൽ മാത്രമാണ് 200 മീറ്റർ ദൂരം കാന നിർമ്മിച്ചിട്ടുള്ളത്. റോഡ് നിർമ്മാണത്തിൽ നിന്നും മിച്ചം വന്ന 40 ലക്ഷം ഉപയോഗിച്ചാണ് കാന നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും റോഡിന് കാനയില്ലാത്തതിനാൽ മഴവെള്ളം കടകളിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ മഴക്കാലത്ത് കടകളിലേക്ക് അപ്രതീക്ഷിതമായി മഴവെള്ളം ഇരച്ചുകയറി കടകളിലെ സാധനങ്ങളെല്ലാം നശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പലരും കടകൾക്ക് മുന്നിൽ സ്വന്തം നിലയ്ക്ക് തടുപ്പുചുവർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കനത്ത മഴയിൽ കടകളിലേക്ക് വെള്ളം കുതിച്ചെത്തുന്ന സാഹചര്യമാണുള്ളത്. റോഡ് നിർമ്മാണം കഴിഞ്ഞ ഭരണസമിതി സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ചെങ്കിലും കാന നിർമ്മിക്കാത്തതാണ് വ്യാപാരികളെയും കാൽനടയാത്രക്കാരെയും ഒരുപോലെ ആശങ്കാകുലരാക്കുന്നത്. തിരക്കേറിയ റോഡിന് നടപ്പാതയില്ലാത്തതിനാൽ ആളുകൾ റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത് വളരെ അപകട സാധ്യതയാണ് ക്ഷണിച്ചുവരുത്തുന്നത്. പുതിയ UDF ഭരണസമിതി കോർപ്പറേഷനിൽ അധികാരമേറ്റ് 5 മാസമായിട്ടും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം കാന നിർമ്മാണത്തിന് 2 കോടി രൂപയുടെ ടെൻഡർ ആയിട്ടുണ്ടെങ്കിലും വർക്കാരും എടുത്തിട്ടില്ലെന്നും കാന നിർമ്മാണം വളരെ ശ്രമകരമാണെന്നും മഴക്കാലം കഴിഞ്ഞാലേ പണി തുടങ്ങാനാകൂവെന്നുമാണ് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പറയുന്നത്. TCV ന്യൂസ്, തൃശൂർ.